ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതങ്ങളാണ്, കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തുടക്കത്തിലുള്ള ബ്രഹ്മാണ്ഡ സൃഷ്ടി വർണ്ണനയും 5-ാമത്തെ അധ്യായം ദ്വിതീയ സ്കന്ധം നിവൃത്തി സ്കന്ധം, അതിൽ 6-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിന്ന് വിരാട് പുരുഷ വർണ്ണനമാണ്. അപ്പം ബ്രഹ്മാവ് പറയുകയാണ്, വാചാം വന്നേർമുഖം ക്ഷേത്രം ഛന്ദസാം സപ്തധാതവ. വിരാട് പുരുഷൻ്റെ മുഖം വാഗിന്ദ്രിയത്തിൻ്റെയും അതിൻ്റെ അധിഷ്ഠാന ദേവതയായ, വാക്കിൻ്റെ അധിഷ്ഠാന ദേവത ഏതാണ്? അഗ്നിയാണ്. അതിൻ്റെയും ഉത്പത്തി സ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ ആ സപ്തധാതുക്കൾ രസരക്ത മാംസമേതോ അസ്ഥി മജ്ജാധാതവ സപ്തഹ എന്നാണ്. അപ്പോൾ ആ സപ്തധാതുക്കൾ 7 ഛന്ദസ്സുകളുടെയും, നാവ് ഹവ്യം, അതായത് ദേവന്മാർക്ക് ഹോമിക്കുന്നത്, ആ ദേവന്മാരുടെ അന്നത്തിൻ്റെയും, കവ്യം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് ഹോമിക്കുന്നത്, പിതൃക്കളുടെ അന്നത്തിൻ്റെയും, അമൃതം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അന്നത്തിൻ്റെയും എന്നിവയുടെയും സർവ്വരസങ്ങളുടെയും ഉത്പത്തി സ്ഥാനമാകുന്നു. അപ്പോൾ 7 രസങ്ങളുണ്ടെന്നാണ്. സ്വാദ്, അമ്ല, ലവണ, തിക്ത, ഊഷണ, കഷായ, മധുരം, അമ്ളം, ലവണം, തിക്തം, അങ്ങനെ. ഇനി വിരാട് പുരുഷൻ്റെ നാസാദ്വാരങ്ങൾ സർവ്വപ്രാണങ്ങൾക്കും വായുവിനും ഉത്പത്തി സ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ ഘ്രാണേന്ദ്രിയം അശ്വിനി ദേവന്മാർക്കും ഔഷധികൾക്കും ഗന്ധങ്ങൾക്കും ഉത്പത്തി സ്ഥാനമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ പുറമേക്ക് കാണുന്ന ഗോളകങ്ങളുണ്ട്. നമ്മുടെ നേത്രം പുറമേക്ക് കാണുന്ന ഒരു ഗോളകമുണ്ട്, ചെവി പുറത്തേക്ക് കാണുന്ന ഒന്നുണ്ട്, നാസാദ്വാരങ്ങളുണ്ട്. അതുപോലെ തന്നെ വിരാട് പുരുഷൻ്റെ പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഗോളകങ്ങൾ, ഇന്ദ്രിയ ഗോളകങ്ങൾ വേറെയും ഇന്ദ്രിയങ്ങൾ വേറെയുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിരാടിൻ്റെ ചക്ഷുരിന്ദ്രിയം സർവ്വ തേജസ്സുകളുടെയും രൂപങ്ങളുടെയും ഉത്പത്തി സ്ഥാനമാകുന്നു. ഇനി നേത്രഗോളങ്ങളോ ആദിത്യൻ്റെയും ദ്യോവിൻ്റെയും, കർണങ്ങളോ ദിക്കുകളുടെയും തീർത്ഥങ്ങളുടെയും, ശ്രോത്ര ഇന്ദ്രിയമാണെങ്കിലോ ആകാശം, ശബ്ദം എന്നിവയുടെയും ഉത്പത്തി സ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം, വിരാട് പുരുഷൻ്റെ ശരീരം സർവ്വവസ്തുക്കളുടെയും സാരാംശത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഉദ്ഭവസ്ഥാനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തദ്ഗാത്രം വസ്തുസാരാണാം സൗഭാഗ്യസ്യ ച ഭാജനം. അദ്ദേഹത്തിൻ്റെ ത്വക്ക് സ്പർശനേന്ദ്രിയത്തിൻ്റെയും സർവ്വയജ്ഞങ്ങളുടെയും ഉത്പത്തി സ്ഥാനമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി വിരാട് പുരുഷൻ്റെ രോമങ്ങളിൽ നിന്ന് എന്താണ് ഉണ്ടായിരിക്കുന്നത്? യജ്ഞത്തിന് ഉപയോഗിക്കുന്ന സർവ്വ ഔഷധികളും ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ രോമങ്ങളിൽ നിന്നാണ്. കേശങ്ങളിൽ നിന്ന് മേഘങ്ങളാണ്, നമ്മളിത് കേട്ടിട്ടുണ്ട്. മുഖരോമങ്ങളിൽ നിന്ന് വിദ്യുത്ത് അഥവാ മിന്നൽ ഉണ്ടായിരിക്കുന്നു. നഖങ്ങളിൽ നിന്ന് ശിലകളും ലോഹങ്ങളും ഉണ്ടായി വന്നു, ശിലാപാറ. അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നും ലോകപാലനം ചെയ്യുന്ന, ബാഹുക്കളിൽ നിന്ന് എന്താണ്? ലോകപാലനം ചെയ്യുന്ന ലോകപാലകന്മാർ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ പദവിന്യാസം, നടത്തം മഹാവ്യാഹൃതികളുടെ, അതായത് ഭുർഭുവ സ്വഹ എന്നിവയുടെ ഉത്പത്തി സ്ഥാനമാകുന്നു. എല്ലാവിധത്തിലുമുള്ള ക്ഷേമത്തിനും ശരണത്തിനും എല്ലാ അഭീഷ്ടസിദ്ധിക്കും അദ്ദേഹത്തിൻ്റെ ആ പരമപാദങ്ങൾ, തൃപ്പാദങ്ങളാണ് ആശ്രയമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് ജലവും രേതസ്സും മേഘങ്ങളും പ്രജാപതിയും സൃഷ്ടിക്കുള്ള സർവ്വസാമഗ്രികളും ഉദ്ഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സംഭോഗജന്യമായ ആനന്ദത്തിൻ്റെ ഉറവിടം അദ്ദേഹത്തിൻ്റെ ഉപസ്ഥമാണ്. അദ്ദേഹത്തിൻ്റെ പായു, ഗുദം, യമൻ്റെയും മിത്രൻ്റെയും ഉത്പത്തി സ്ഥാനവും വിസർജന സ്ഥാനവുമാകുന്നു. അദ്ദേഹത്തിൻ്റെ മലദ്വാരം ഹിംസ, നിരതി എന്ന പാപദേവത, മൃത്യു എന്നിവയുടെ ഉത്പത്തി സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ഇനി പൃഷ്ഠഭാഗമാണെങ്കിലോ പരാഭൂതേരധർമ്മസ്യ തമസ്സശ്ചാപി പശ്ചിമ. പൃഷ്ഠഭാഗം അപമാനം, അധർമ്മം, അജ്ഞാനം മുതലായവയുടെ ഉത്പത്തി സ്ഥാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിരാട് പുരുഷൻ്റെ അസ്ഥികളിൽ നിന്ന് നദീതടങ്ങളും പർവ്വതങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. നാഡ്യോ നദ നദീനാം തു ഗോത്രാണാം അസ്ഥി സംഹതി എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉദരം, വയറാണെങ്കിലോ സർവ്വ ജീവജാലങ്ങളുടെയും ലയസ്ഥാനവും, എല്ലാ ജീവജാലങ്ങളും പോയി ലയിക്കുന്നത് അവിടെയാണ്. മൂലപ്രകൃതിയുടെയും അന്നരസത്തിൻ്റെയും ഉത്പത്തി സ്ഥാനമാണ് അത്. അദ്ദേഹത്തിൻ്റെ ഹൃദയമോ മനസ്സിൻ്റെ ഉറവിടമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്തം, ബ്രഹ്മാവ് പറയാണ്, എനിക്കും
നിനക്കും നാരദനും ധർമ്മദേവനും ശ്രീരുദ്രനും വിജ്ഞാനത്തിനും സത്വഗുണത്തിനുമുള്ള പ്രധാനപ്പെട്ട ആശ്രയസ്ഥാനമാണെന്ന് പറയുന്നു അവർക്കെല്ലാം. ഇനി ബ്രഹ്മാവ് പറയുകയാണ്, ഞാനും നാരദമുനി ഭവാനും സനകാദി മുനിമാർ, അസുരർ, മനുഷ്യ, അപ്സര, ഗന്ധർവന്മാർ, വന്യമൃഗങ്ങൾ, പശുക്കൾ, പിതൃക്കൾ, സിദ്ധചാരണ വിദ്യാധരന്മാർ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, കേതുക്കൾ, മിന്നൽ, ഇടിവെട്ടൽ, സംഭവിച്ചത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിക്കാൻ പോകുന്നത് എല്ലാം തന്നെ ആരാണ്? വിരാട് പുരുഷനാണ്. സർവം പുരുഷ ഏവേദം ഭൂതം ഭവ്യം ഭവച്ചയത്ത്. പ്രാണസ്വരൂപനായ ആദിത്യൻ സ്വസ്ഥാനത്തെയും ബാഹ്യലോകത്തെയും പ്രകാശിപ്പിക്കുന്നത് പോലെ വിരാട് പുരുഷൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞും അതിനേക്കാളും അപ്പുറത്തേക്കും നിലനിൽക്കുന്നു. ഭഗവാൻ നാരായണൻ വിരാട് പുരുഷ രൂപത്തിൽ പ്രപഞ്ചത്തിൻ്റെ അന്തർഭാഗത്തെയും ബഹിർഭാഗത്തെയും പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഈ വിരാട് പുരുഷന് നശ്വരമായ കർമ്മഫലം ഒന്നുമില്ല. അതിനെ അതിക്രമിച്ച ആളാണ്. സർവ അഭയത്തിൻ്റെയും അമൃതത്വത്തിൻ്റെയും ഈശനാകുന്നു. ഭയമുണ്ടാകുന്നത് രണ്ടെന്നുള്ള തോന്നലുള്ളപ്പോഴാണ്. ഒന്ന് മാത്രമുള്ളപ്പോൾ ഭയമില്ല. നമുക്കും അത് ആ ബോധം വന്നു കഴിഞ്ഞാൽ, അനുഭവമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കും ഭയമുണ്ടാകുന്നില്ല. അമൃതത്വത്തിൻ്റെ, മൃതം നശിക്കുന്നത്, അമൃതം മരണമില്ലാത്തത്, നാശമില്ലാത്തതിൻ്റെയും ഈശനാകുന്നു. അനന്തമാഹാത്മ്യത്തോടു കൂടിയ ആ വിരാട് പുരുഷൻ്റെ പാദങ്ങളിൽ എന്താണ് സ്ഥിതി ചെയ്യുന്നത്? സർവ്വലോകങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഏതൊക്കെ ലോകങ്ങൾ? ജനോലോകവും സത്യലോകവും തപോലോകവും അദ്ദേഹത്തിൻ്റെ മൂർധാവിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി 3 ശിരസ്സുകളോടുകൂടി വിരാട് പുരുഷനെ പറയുന്നു. ആ 3 ശിരസ്സുകളിൽ എന്തൊക്കെയാണ് വഹിച്ചിരിക്കുന്നത്? അദ്ദേഹം അമൃതത്വം, ക്ഷേമം, മോക്ഷം എന്നിവയെ ഓരോ ശിരസിൽ വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പുരുഷൻ്റെ ഒരു പാദം ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ടി ത്രൈലോക്യത്തിൻ്റെ അകത്തും 3 പാദങ്ങൾ ബ്രഹ്മചര്യനിഷ്ഠയോടുകൂടിയ മറ്റു 3 ആശ്രമക്കാർക്കും വേണ്ടി പുറത്തും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ഗൃഹസ്ഥാശ്രമിയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ത്രൈലോക്യത്തിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ബ്രഹ്മചര്യാശ്രമമുണ്ട്, ഗൃഹസ്ഥാശ്രമം, 4 നമുക്ക് ആശ്രമങ്ങൾ പറയുക. വാനപ്രസ്ഥം, സന്യാസം, മോക്ഷം, ഭോഗം എന്നിങ്ങനെ 2 മാർഗത്തോടു കൂടിയ വിദ്യയ്ക്കും അവിദ്യയ്ക്കും ആശ്രയം ആരാണ്? ഈ വിരാട് പുരുഷൻ തന്നെയാണ്. ഇനി ഏതൊരു ഭഗവാനിൽ നിന്നാണോ വിരാട് പുരുഷനും ഈ കാണുന്ന ബ്രഹ്മാണ്ടവും ഉണ്ടായിരിക്കുന്നത്, അദ്ദേഹവും ഈ സൂര്യനെ പോലെ ഈ വിശ്വത്തെയും അതിക്രമിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വിരാട് രൂപിയായ വിഷ്ണുവിൻ്റെ നാഭിയിൽ എന്താണ് ഉണ്ടായത്? പത്മം, താമരയുണ്ടായി. അപ്പം പത്മനാഭനാണ് ഭഗവാൻ. ഞാൻ ജാതനായപ്പോൾ, അതായത് ബ്രഹ്മാവ് ജാതനായപ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗങ്ങളിൽ മാത്രമേ എനിക്ക് യജ്ഞസാമഗ്രികൾ കാണാൻ സാധിച്ചുള്ളൂ എന്ന് ബ്രഹ്മാവ് പറയുന്നു. ഇനി നാരദനോട് ബ്രഹ്മാവ് പറയുകയാണ്, അല്ലയോ മുനിസത്തമ, യജ്ഞത്തിനാവശ്യമായ വനസ്പതികൾ, അതായത് ഔഷധികൾ, മൃഗങ്ങൾ, കുശപ്പുല്ല്, യാഗഭൂമി, പാത്രങ്ങൾ തുടങ്ങിയവ, ഔഷധികൾ, നെയ്യ്, രസങ്ങൾ, മണ്ണ്, ജലം, യജുസ്, ഋക്ക്, സാമം, ചാതുർഹോത്രം, നാമധേയം, മന്ത്രം, ദക്ഷിണ, വ്രതം, ദേവതാനുക്രമം, കൽപ്പം, സങ്കല്പം, തന്ത്രം, ഗതി, ദേവതാധ്യാനം, പ്രായച്ചിത്തം, സമർപ്പണം തുടങ്ങിയ സർവ്വസാമഗ്രികളും ഞാൻ ആ വിരാട് പുരുഷൻ്റെ അവയവങ്ങളിൽ നിന്ന് സമാഹരിച്ചു. അന്ന് ആ കർമ്മകാണ്ഡത്തിൽ പറയുന്ന കുറേ യജ്ഞവും അതിനോടനുബന്ധിച്ചുള്ള കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അനന്തരം ഞാൻ ആ യജ്ഞസാമഗ്രികൾ ഉപയോഗിച്ച് ആ വിരാട് പുരുഷനെ തന്നെ യജിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ബ്രഹ്മാവ്. തുടർന്ന് നാരദൻ്റെ സഹോദരന്മാരായ 9 പ്രജാപതിമാരും വ്യക്തനും എന്നാൽ അവ്യക്തനുമായ വിരാട് പുരുഷനെ ബ്രഹ്മാവ് യജിച്ചു എന്ന്. അതിനുശേഷം മനുക്കൾ, ഋഷിമാർ, പിതൃക്കൾ, ദേവന്മാർ, ദൈത്യന്മാർ, മനുഷ്യർ എല്ലാവരും കാലാനുസൃതമായി ഭഗവാനെ യജ്ഞങ്ങളാൽ യജിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ എങ്ങനെയാണ്? നാരായണേ ഭഗവതി തദിതം വിശ്വമാഹിതം ഗൃഹീതമായോരു ഗുണ സർഗാദാവ ഗുണസ്വത. നിർഗുണനാണെങ്കിലും സൃഷ്ടിയാദിയിൽ ആ സ്വീകരിച്ച തൻ്റെ തന്നെ മായാ ഗുണങ്ങളോട് കൂടിയ ഭഗവാനിൽ ഈ വിശ്വം അധിഷ്ഠിതമായിരിക്കുന്നു. വിശ്വം ഒരിക്കലും ജഗത്ത് ഭഗവാനിൽ നിന്ന് അന്യമല്ല. ഭഗവാനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ജഗത്ത് അവിടെ ഇല്ല. ഭഗവാനിൽ തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. ആ ജഗതീശ്വരൻ്റെ ആജ്ഞയ്ക്ക് ജായതേ ഗച്ഛതി തിഷ്ഠതി ഇത് ജഗത്താണ്. ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ് ജഗത്ത് എന്ന് പറയുന്നത്. ആ ജഗതീശ്വരൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഞാൻ ഈ കാണുന്ന വിശ്വമെല്ലാം സൃഷ്ടിക്കുകയും ഹരൻ ഹരിക്കുകയും ചെയ്യുന്നു. അതായത് ബ്രഹ്മാവ് സൃഷ്ടിക്കുകയും ഹരൻ ഹരിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ രജോ ഗുണപ്രധാനമാണ്, തമോ ഗുണപ്രധാനമാണ് സംഹരിക്കുക എന്നുള്ളത്. പിന്നെ പാലനം സത്വഗുണവും. ത്രിശക്തികളെയും ധരിക്കുന്ന ഭഗവാൻ വിഷ്ണു രൂപത്തിൽ സർവവും പാലിക്കുന്നു. അല്ലയോ മകനെ, നാരദ മഹർഷിയോട് ബ്രഹ്മാവ് പറയുകയാണ്, നീ ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി നൽകിയിരിക്കുന്നു. സത്തായോ അസത്തായോ യാതൊന്നും തന്നെ ഭഗവാനിൽ നിന്ന് അന്യമായി സ്ഥിതി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നാരദ മഹർഷിയോട് വീണ്ടും ബ്രഹ്മാവ് പറയുകയാണ്, മകനെ, ഭഗവാനെ തന്നെ ഹൃദയത്തിൽ ധാരണ ചെയ്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ വാക്ക് അസത്യമാവില്ല. മനസ്സ് അബദ്ധ സഞ്ചാരം വഴിവിട്ട് സഞ്ചരിക്കുകയില്ല. ഇന്ദ്രിയങ്ങൾ അസത് പഥത്തിൽ ഗമിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വേദസ്വരൂപനാണ് ഭഗവാൻ, തപസ്വരൂപനാണ്. പ്രജാപതിമാരുടെയും പതിയുമായ എനിക്ക് ബ്രഹ്മാവിന് എത്രയൊക്കെ ഏകാഗ്രതയോടുകൂടി ഒരേ ഒരു അഗ്രത്തിലേക്ക് മനസ്സിനെ സ്വരൂപിച്ച് വയ്ക്കുക. യോഗചര്യകൾ അനുഷ്ഠിച്ചിട്ടും ഭഗവാന്റെ മാഹാത്മ്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. യോഗചര്യ എന്ന് പറയുമ്പോൾ എല്ലാ യോഗങ്ങളും അതിൽ പെടും. നമുക്ക് ഇവിടെ മനസ്സിലാക്കാം യുജുമേളനെ, അതായത് നമുക്ക് ശരീരവും മനസ്സും കൂടി ചേർത്ത് അല്ലെങ്കിൽ ആത്മതത്വത്തിലേക്ക് ചേർത്ത് വയ്ക്കുക, ജീവപരയോരൈക്യം. ഇനി സംസാര ബന്ധത്തെ ഛേദിക്കുന്നതും ശ്രേയസ്സിനെയും മംഗളത്തെയും നൽകുന്നതുമായ ആ ഭഗവാന്റെ പാദങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആകാശത്തിന് സ്വന്തം വ്യാപ്തി എത്രയാണെന്ന് അറിയാൻ കഴിയില്ല, അതുപോലെ ഭഗവാനും സ്വമായയുടെ പരിധി എത്രയാണെന്ന് അറിയാൻ കഴിയില്ല അത്രേ. ആ നിലയ്ക്ക് മറ്റുള്ളവരുടെ ഭഗവാന് തന്നെ അറിയാൻ കഴിയുന്നില്ല തൻ്റെ മായ എത്രത്തോളം വ്യാപിച്ചു നിൽക്കുന്നു എന്നുള്ള. മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അപ്പം ഭഗവാന്റെ മായ കൊണ്ട് മോഹിക്കപ്പെട്ടവരായതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ പറയുകയാണ്, എനിക്കോ ഭവാനോ ശിവനോ കൂടി ഭഗവാന്റെ യഥാർത്ഥ മാഹാത്മ്യം അറിയാൻ കഴിയുന്നില്ല. പിന്നെയാണോ നമ്മളുടെയൊക്കെ കാര്യം, അന്യരുടെ കാര്യം? ഓരോരുത്തരും ഈ മായാപ്രപഞ്ചത്തെ ഒരു പരിധി വരെ മാത്രമാണ് അറിയുന്നത്. ഭഗവാന്റെ യഥാർത്ഥ തത്വത്തെ അറിയാൻ കഴിയാത്തവരായതുകൊണ്ട് നാമെല്ലാം അദ്ദേഹത്തിൻ്റെ അവതാര ലീലകളെ പാടി സ്തുതിക്കുന്നു. അനന്തമാഹാത്മ്യത്തോടു കൂടിയ ഭഗവാനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് ബ്രഹ്മാവ് പറയുകയാണ്. ആദ്യമേയുണ്ട്, ജന്മരഹിതനാണ്, അജനാണ്, ജനിക്കാത്തവനാണ് ആയ ഭഗവാൻ ആത്മാവ് കൊണ്ട് സ്വാത്മാവിനെ സ്വാത്മാവിൽ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. സയേഷ ആദ്യ പുരുഷ കൽപ്പേ കൽപ്പേ സൃജത്യജ ആത്മന്യാത്മന ആത്മാനം സംയച്ഛതി ച പാതി ച എന്ന് പറയുന്നു ബ്രഹ്മാവ്. നിർഗുണവും അനാദി അന്തവും വിശുദ്ധവും സർവവ്യാപിയും സുസ്ഥിരവും സംശയത്തിന് അപ്പുറത്തുള്ളതും പൂർണ്ണവും നിത്യവും ഏകവും ജ്ഞാനമയവുമായ ആ കേവല വസ്തുവാണ് ഭഗവാൻ. നമ്മൾ പറഞ്ഞു, ഭഗവാൻ എന്ന് പറയുമ്പോൾ 6 ഭാഗങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. പ്രശാന്ത ചിത്തരായ മുനിമാർക്ക് മാത്രം അറിയാൻ കഴിയുന്നതാണ് ഈ തത്വം. അസത്തുക്കൾക്ക് യോജിച്ച കുതർക്കം കൊണ്ട് അവരുടെ ചിത്തം ദുഷിച്ചാൽ ഈ തത്വജ്ഞാനം ലഭിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ബ്രഹ്മാവ് പറയുകയാണ്, ഞാൻ പറഞ്ഞു തന്ന നാരദമുനിയോട് പറയുകയാണ്, ഈ വിരാട് പുരുഷൻ തന്നെയാകുന്നു ഭഗവാന്റെ ആദ്യ അവതാരം. ഭഗവാന്റെ അവതാരങ്ങളാണ് ഇനി തുടർന്ന് വരുന്നത്. അതിൽ ആദ്യത്തെ അവതാരമാണ് വിരാട് പുരുഷൻ. കാലം, സ്വഭാവം സ്വന്തം ഭാവം, കാര്യകാരണാത്മകമായ പ്രകൃതി, മനസ്സ്, അഹങ്കാരം, ഗുണം, ദ്രവ്യം, ഇന്ദ്രിയങ്ങൾ, സ്വരാട്, വിരാട്, സ്ഥാവരങ്ങൾ, ജംഗമങ്ങൾ, സ്ഥാവരം സ്ഥിരമായി നിൽക്കുന്നവ, ജംഗമങ്ങൾ ചലിക്കുന്നവ ഞാൻ, അതായത് ബ്രഹ്മാവ്, ശിവൻ, യജ്ഞൻ, ദക്ഷാദികൾ, പ്രജാപതിമാർ, നാരദമുനിയെ പോലുള്ള മുനിമാർ, ഭുവർലോകപാലകന്മാർ, ഭൂലോകപാലകന്മാർ, സ്വർലോകപാലകന്മാർ, അധോലോകപാലകന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ഇതൊക്കെ വിവിധ ലോകങ്ങളിലുള്ള ആൾക്കാരുടെ റെപ്രസെൻറ്റേഷൻസാണ്. ചാരണന്മാർ, യക്ഷ, രക്ഷോ, ഉരക, നാഗാധിപതികൾ, ഋഷികൾക്കും പിതൃക്കൾക്കും പതിയായിട്ടുള്ളവർ, ദൈത്യാധിപതികൾ. നമുക്ക് ഇവിടെ ഇപ്പം മനുഷ്യരെ മാത്രമാണ് അറിയാവുന്നത്, ഇവിടെയുള്ള ജീവജാലങ്ങളെയും ഭൂമിയിലുള്ളതാണ്. നമ്മൾക്കറിയാൻ കഴിയാത്ത ഒരുപാട് തരത്തിലുള്ള ഭഗവാന്റെ സൃഷ്ടികളുണ്ടാകാം. ദൈത്യാധിപതികൾ, സിദ്ധ്വേശ്വരന്മാർ, ദാനവേന്ദ്രന്മാർ, പ്രേതഭൂത പിശാച കൂഷ്മാണ്ഡാധിപതികൾ, പക്ഷിമൃഗാദികൾ, ജലജീവികൾ, മൃഗങ്ങൾ തുടങ്ങിയവരും ലോകത്തുള്ള മഹത്വം, ഓജസ്, തേജസ്, ബലം, ഐശ്വര്യൻ, ലജ്ജ, സമ്പത്ത്, ബുദ്ധി, അദ്ഭുത വർണ്ണത്തോടു കൂടിയവ, സുന്ദര ആകൃതിയോടു കൂടിയവ, ആകൃതിയില്ലാത്തവ തുടങ്ങിയ സർവ്വതും ഭഗവത് സ്വരൂപങ്ങളാകുന്നു എന്ന് പറയുന്നു. എന്താ അല്ലേ, വിവരിക്കാനാവാത്ത വിധം. ഇതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ ഒരു മണൽത്തരി പോലും എത്രയോ മനോഹരമാണ്, നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ബാക്കി ഭഗവാന്റെ മനോഹരമായ സൃഷ്ടികളെ പറ്റി പറയേണ്ടതുണ്ടോ? കർണമാലിന്യത്തെ ഇല്ലാതാക്കുന്ന സർവ്വവ്യാപിയായ ഭഗവാന്റെ അതിസുന്ദരവും ആയ ചരിതം ഞാൻ
പറഞ്ഞു തരാം, ഭവാൻ അതിനെ പാനം ചെയ്താലെന്ന് ബ്രഹ്മാവ് നാരദ മഹർഷിയോട് പറയണു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയ സ്കന്ധേ ഷഷ്ടോധ്യായ. നമ്മൾ എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.